പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. ഒറ്റയ്ക്കു നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും ആ അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളും മറക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കായി രൂപപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടിയും നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സ്വയം സ്നേഹിക്കുക. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കിയത് പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക. മനസ്സൊരു പക്ഷിയാവട്ടെന്നേ. സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമാവട്ടെ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയ ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്. നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് എപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിന് മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്.
ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും വിലമതിക്കുകയും ചെയ്യാത്ത ആളുകൾക്കായി നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസാധാരണമായ ഒരു സാഹചര്യത്തോടുള്ള അസാധാരണമായ പ്രതികരണം ഒരു സാധാരണ സ്വഭാവം ആണ്. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. ഒരു വിദ്യാർത്ഥി എന്നാൽ നിങ്ങൾ നിറയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രമല്ല, മറിച്ച് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ്. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിൻ്റെ അതിപ്രധാന ഭാഗമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെത്തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരാളിലേക്കുള്ള വഴി ഭൂമിയിൽ അല്ല, വഴി ഹൃദയത്തിലാണ്. ഉറച്ച പാറ കൊടുങ്കാറ്റിൽ കുലുങ്ങാത്തതുപോലെ ജ്ഞാനികളെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ ബാധിക്കില്ല. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നു തന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തമ്മിൽ ദീർഘകാലം പിണങ്ങിയിരിക്കുക എന്നത് അസാധ്യമാണ്. 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന പിണക്കമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആത്മാർത്ഥമായ സ്നേഹം നിലനിൽക്കുന്നില്ല എന്നാണ്. ഒന്നിലധികം തവണ വായിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു കാര്യത്തെ ഉറച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത 50% കൂടുതലാണ്. ചെറിയ അവസരങ്ങൾ പലപ്പോഴും വലിയ സംരംഭങ്ങളുടെ തുടക്കമാണ്. നാമെല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെത്തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സ്നേഹിക്കുന്നവർ ഒടുവിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നില്ല. അവർ എല്ലാവരും പരസ്പരം ഉണ്ട്. ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായവ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ആരോടും ഒന്നും പറയാതിരിക്കാൻ പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമാനായ ഒരു വിമർശകനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയിലേക്കുള്ള വഴികാട്ടിയെപ്പോലെ അവനെ പിന്തുടരുക. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. നമുക്ക് ഒരേ സമയം 2 പേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമില്ല. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാറുണ്ടെന്നതാണ് സത്യം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കും. കാൽപ്പനിക പ്രണയം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ്. അവർ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിൽ ആകാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം, ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. എഴുന്നേറ്റു നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായി ഇരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസ്സാരമായ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്.
ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്.